കഷ്ടമായി പോയി എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോടും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയെയും നോക്കി അമേരിക്ക പറയുമ്പോൾ രാജ്യത്തിന് തന്നെ അതൊരു നാണക്കേടാണ് എന്നതിനപ്പുറത്ത് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ ആക്രമണ സ്വഭാവമുള്ള നായയുടേതാണ് എന്നാണ് ശശി തരൂർ ഇതേ കാര്യത്തെ വെച്ച് രൂക്ഷ വിമർശനമായി പറയുന്നത്. രാജ്യം ഭരിക്കുന്ന BJPക്കെതിരെ ഈ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിലെ ഘടകങ്ങളാണെന്ന ഭരണകക്ഷിയുടെ ആരോപണങ്ങൾ US തള്ളിയതിന് പിന്നാലെ BJP വിമർശിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാവായ ശശി തരൂർ. ആക്രമണ സ്വഭാവമുള്ള നായയുടേത് പോലുള്ള പെരുമാറ്റം ഇന്ത്യക്ക് നാണക്കേടാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ US ഡീപ് സ്റ്റേറ്റ് മീഡിയ പോർട്ടലായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ടുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായും ഒത്തുകളിച്ചു എന്നായിരുന്നു BJPയുടെ ആരോപണം. BJPക്ക് ജനാധിപത്യമോ നയതന്ത്രമോ മനസ്സിലാകുന്നില്ല എന്ന് വ്യക്തമാണ്. നിസാര രാഷ്ട്രീയത്തിൽ അവർ അന്ധരായിരിക്കുന്നു എന്ന് ചുരുക്കം. അവർ ഒരു ജനാധിപത്യത്തിൽ സ്വതന്ത്ര മാധ്യമത്തിന്റെയും ഊർജ്ജസ്വലമായ സ്വതന്ത്ര സിവിൽ സൊസൈറ്റിയുടെയും മൂല്യത്തെ മറക്കുകയാണ്. പ്രധാന വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുന്നതിൽ ഒരു ഭരണകക്ഷിയുടെ ഉത്തരവാദിത്തങ്ങളെ അവർ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമ സ്വഭാവമുള്ള നായയെക്കുറിച്ച് പോലും ശശി തരൂർ പരാമർശിക്കുന്നത്. അദാനി ഗ്രൂപ്പിനെ ആക്രമിക്കാനും സർക്കാരുമായി അടുപ്പമുണ്ടെന്ന് ആരോപിക്കാനും OCCRPയുടെ റിപ്പോർട്ടുകൾ രാഹുൽ ഉപയോഗിച്ചു എന്നാണ് BJP ആരോപിക്കുന്നത്. ജോർജ് സോറസ്, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ തുടങ്ങിയ മറ്റ് ഡീപ് സ്റ്റേറ്റ് വ്യക്തികൾക്കൊപ്പം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് USAID ആണ് OCCRPക്ക് ധനസഹായം നൽകുന്നത് എന്ന് ഒരു ഫ്രഞ്ച് മാധ്യമ റിപ്പോർട്ടിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു BJPയുടെ ഇത്തരത്തിലുള്ള ആരോപണം. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിരാശാജനകമാണ് എന്നാണ് US എംബസി വക്താവ് പറയുന്നത്. പത്രപ്രവർത്തകർക്കുള്ള പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെയും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തെയും പിന്തുണക്കുന്ന പ്രോഗ്രാമിംഗിൽ US ഗവൺമെന്റ് സ്വതന്ത്ര ഓർഗനൈസേഷനുകളുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിംഗ് ഈ ഓർഗനൈസേഷനുകളുടെ എഡിറ്റോറിയൽ തീരുമാനങ്ങളെയോ ദിശയെയോ ബാധിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ആംസ്റ്റർഡാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന OCCRP കുറ്റകൃത്യങ്ങളോടും അഴിമതിയോടും ബന്ധപ്പെട്ട വാർത്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മീഡിയ പ്ലാറ്റ്ഫോമാണ്. ചില സഹായങ്ങൾ സ്വീകരിക്കുന്നു എന്നല്ലാതെ തങ്ങളുടെ എഡിറ്റോറിയൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്നും അതിന്റെ തീരുമാനങ്ങൾ US സർക്കാരിന് യാതൊരു പങ്കില്ല എന്നുമാണ് OCCRP പ്രതികരിക്കുന്നത്. പക്ഷെ BJPയെ പൊളിച്ചെടുക്കുന്ന തരത്തിൽ മോദി അദാനി ബന്ധത്തെ തുറന്നു കാട്ടുന്ന എല്ലാ റിപ്പോർട്ടുകളെയും എല്ലാ കാലത്തും BJP എതിർക്കുകയും അദാനിക്ക് കുടപിടിച്ചു കൊടുക്കുകയുമാണ് BJP കഴിഞ്ഞ 10 വർഷമായിട്ടും ചെയ്തു പോരുന്നത്. അതിനെതിരെയാണ് ശശി തരൂർ ഇപ്പോൾ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്.